നേമം സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ ബാങ്ക് പ്രസിഡന്റും സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗവുമായ ആർ പ്രദീപ് കുമാർ ഇഡിക്ക് മുന്നിൽ ഹാജരായി. ഇഡി നേരത്തെ പ്രദീപ് കുമാറിനോട് ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരുന്നു. മുൻ ഭരണസമിതി അംഗങ്ങളെയും ചോദ്യം ചെയ്യും. സിപിഎം ഭരണസമിതിയുടെ കാലത്ത് ബാങ്കിൽ 100 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് കണ്ടെത്തൽ. SS ശരൺ വിവരങ്ങളുമായി. ശരൺ, ചെറിയ തട്ടിപ്പല്ല, 100 കോടിയുടെ തട്ടിപ്പാണ്. ആർ പ്രദീപ് കുമാർ ഇപ്പോൾ ഇഡി മുമ്പാകെ ഹാജരായിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? സ്മൃതി, വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയമായി ഇത് മാറുകയാണ്. നേരത്തെ നമുക്കറിയാം, കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ നമ്മൾ കണ്ടിരുന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലടക്കം നേതാക്കളെ വിളിച്ചു വരുത്തുന്നു, വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യലിലേക്കൊക്കെ തന്നെ പോവുകയും പിന്നീട് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നത്. അതിന് പിന്നാലെയാണ് CPM ഭരണസമിതിയുടെ തട്ടിപ്പ്, അതായത് മറ്റൊരു സർവീസ് സഹകരണ ബാങ്കായ നേമം സർവീസ് സഹകരണ ബാങ്ക് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക്, തട്ടിപ്പ് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയും ചെയ്തിരുന്നത്. നവംബർ മാസം വലിയ രീതിയിലുള്ള റെയ്ഡിലേക്ക് അവർ കടന്നിരുന്നതാണ്. അങ്ങനെ തിരുവനന്തപുരത്ത് 5 റെയ്ഡ് നടത്തുകയും പ്രതികളുടെ വീടുകളിലടക്കം റെയ്ഡ് നടത്തി രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇഡിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യം, ഒരാളുടെ പേരിൽ തന്നെ വ്യാജ സ്ഥിര നിക്ഷേപം സർട്ടിഫിക്കറ്റ് നിർമ്മിക്കുകയും അതിന്റെ മറവിൽ വലിയ രീതിയിൽ തന്നെ വൻതോതിൽ ഇത്തരത്തിൽ വായ്പകൾ എടുക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ 100 കോടിയുടെ ക്രമക്കേട് നടന്നു എന്നുള്ള കണ്ടെത്തലിലേക്കാണ് ഇഡി എത്തിയത്. അതിന് പിന്നാലെയാണ് ഈ മുൻ ബാങ്ക് പ്രസിഡന്റായ പ്രദീപ് കുമാറിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. പ്രദീപ് കുമാർ ഇന്ന് രാവിലെ 10:30 കൂടിയാണ് ഇഡി ഓഫീസിൽ ഹാജരായിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, പ്രദീപ് കുമാറിന് പുറമെ തന്നെ മറ്റ് ആളുകൾ, അതായത് മുൻ ബാങ്ക് ഭരണസമിതി അംഗങ്ങളിലേക്ക് കൂടി അന്വേഷണം നീളുമെന്നുള്ളതാണ്. അവരുടെ ചോദ്യം ചെയ്യലും വൈകാതെ തന്നെ ഉണ്ടാകും. ഇതിൽ പ്രദീപ് കുമാർ നൽകുന്ന മൊഴിയും പ്രധാനപ്പെട്ടതായി മാറും. കാരണം CPMന്റെ ഏരിയ സെക്രട്ടറി അംഗം കൂടിയായിരുന്നു പ്രദീപ് കുമാർ. അപ്പോൾ മറ്റേതെങ്കിലും നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിലും വ്യക്തത വരുത്താൻ ഇഡി ശ്രമിക്കും. എന്തായാലും ഈ കേസിൽ ഇനിയുള്ള തുടർ നടപടികൾ ഇഡി വേഗത്തിലാക്കുമെന്നുള്ളതാണ്. പ്രതികളെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് ഇഡി നീങ്ങും. SS ശരണാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.